ഒരുപാട് മെഡിറ്റേഷൻ ക്ലാസ്സുകളുണ്ട്. ഇന്ന് എവിടെ നോക്കിയാലും ഫ്രീ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊക്കെ കാണുന്നത്. പക്ഷേ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒത്തിരി പോസ്റ്റുകളും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഒന്നും കൂടെ ഒരു വിശദീകരണം കൂടെ എല്ലാവർക്കും ആയിട്ട്. ഞാനൊരു ബാച്ചിൽ 12 പേര് എടുക്കുള്ളൂ. 12 പേര്, അതിലും കൂടുതൽ ഒരു ബാച്ചിൽ ഒരാളെ എടുക്കില്ല. കാരണം ആ 12 പേര് എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് ഇരുന്ന എനിക്ക് അവരെ ഹീൽ ചെയ്യാം. ഇത് ഓൺലൈനിലാണോ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്? മെഡിറ്റേഷൻ എല്ലാം ഓൺലൈനിൽ. ഇപ്പോൾ പറഞ്ഞില്ല, അമേരിക്കയിൽ നിന്നുണ്ട്, ഇപ്പോൾ ദുബായിൽ നിന്നുണ്ട്. പ്രാണായാമ ദീക്ഷ ഞാൻ നേരിട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് എൻ്റെ അടുത്ത് ഇവിടെ വരും തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ഒരു ദിവസം ക്ലാസ് വയ്ക്കും. ബാക്കിയെല്ലാം 15 ദിവസത്തെ ക്ലാസ്സിൽ ഒരു ദിവസം ഓഫ്ലൈനും ബാക്കി 14 ദിവസം ഓൺലൈനിലാണ്. അതിൽ 12 പേര് എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ 12 പേര് ക്ലൻസാക്കി തന്നെയാണ് അവരെ. ഞാൻ ശരിക്കും അതുകൊണ്ടാണ് നട്ടലിന് കംപ്ലൈൻ്റ് ഉള്ളവരും ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവരും എന്താ പറയുക ബ്രീത്ത് പ്രോബ്ലം ഉള്ളവരെല്ലാം ഹീലാവണത് ഞാൻ ആ 12 പേരെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇപ്പുറത്തിരിക്കുക. അല്ലാതെ ഞാൻ എല്ലാവരും പോലെ കുറേ നോട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തോ, ഞാൻ എൻ്റെ വീട്ടിലെ പണിയൊന്നും ഒരിക്കില്ല. ഞാൻ അവരുടെ ക്ലാസ് 1.5 മണിക്കൂറോ 1 മണിക്കൂറോ 1.25 മണിക്കൂറോ അവരെ ഞാൻ അവർ പോലും അറിയാതെ, അവർക്ക് ആർക്കും അറിയില്ല ഞാനിത് എടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുക ഇത് എടുത്ത് ഗംഗാമ്മ മാറ്റിയെന്ന്. ഇതന്നെയാണ് എൻ്റെ മെഡിറ്റേഷനിലുള്ള മിറക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം.